വയനാട്ടിലെ ദുരന്ത മേഖലയിൽ ഇന്ന് ജനകീയ തെരച്ചിൽ ഉണ്ടാകും. മുണ്ടക്കൈ, ചൂരൽമല ഉൾപ്പെടെയുള്ള 6 സോണുകൾ കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ. നമ്മുടെ പ്രതിനിധികൾ കാത്തു നിൽക്കുകയാണ്. ആദ്യം കൽപ്പറ്റയിൽ നിന്ന് ദീപക് തർമ്മടം തത്സമയം ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. ദീപക്, എന്തൊക്കെയാണെന്ന് തെരച്ചിലിൻ്റെ പ്രത്യേകതകൾ? ഇന്നലെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ചെറിയ ആശ്വാസമല്ല വയനാടിന് പകർന്നിരിക്കുന്നത്. കേരളമൊട്ടാകെ ലോകമെമ്പാടും ഇരുന്ന് പ്രധാനമന്ത്രിയുടെ സന്ദർശനം കണ്ട എല്ലാ ആളുകളും വലിയ പ്രതീക്ഷ വയ്ക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ. വിശദാംശങ്ങൾ. SKN പ്രധാനമന്ത്രി ഏറെ വികാരപരമായാണ്. ഞാൻ പ്രധാനമന്ത്രിയെ ഇന്നലെ ബ്രീഫ് ചെയ്ത ADGP MR അജിത് കുമാറുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ ഉൾപ്പെടെ വളരെ വികാരപരമായിരുന്നു. ഒരു വേളയിൽ അദ്ദേഹം അല്പം വിങ്ങിപ്പോയി എന്നുള്ളതാണ് MR അജിത് കുമാർ പറഞ്ഞത്. അദ്ദേഹമായിരുന്നു പ്രധാനമന്ത്രിക്ക് വിവരങ്ങൾ ഓരോന്നും പറഞ്ഞു കൊടുത്തിരുന്നത്. ഇതുതന്നെയാണ് ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണുവും പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കേരളം വലിയ പ്രതീക്ഷയിലാണ്. വയനാട്ടിലെ ജനങ്ങൾ, സാധാരണ ജനങ്ങൾ, ഇന്നലെ പ്രധാനമന്ത്രി വന്നതിന് ശേഷം പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി ക്യാമ്പിൽ നിന്നും, ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും ചിലർ എത്തിയിരുന്നു. അവരോട് നമ്മൾ സംസാരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി ഇത്രയും സമയം ഇവിടെ ചെലവഴിച്ചു. കാരണം ഷെഡ്യൂൾ ചെയ്ത സമയത്തേക്കാൾ കൂടുതൽ സാധാരണഗതിയിൽ VVIP വിസിറ്റുകളിൽ കൂടുതൽ സമയം ചെലവഴിക്കില്ല. പ്രത്യേകിച്ചും ഈ ടെറൈനിലൂടെയുള്ള ഹെലികോപ്റ്റർ യാത്ര വളരെ ദുഷ്കരമാണ്, സുരക്ഷാ മുന്നറിയിപ്പുകൾ ഉള്ളതാണ്. പക്ഷേ എന്നിട്ടും പ്രധാനമന്ത്രി 2 മണിക്കൂർ, 3 മണിക്ക് പോകേണ്ട പ്രധാനമന്ത്രി 5 മണിക്കാണ് പോയത്. അവസാനത്തെ അവലോകന യോഗത്തിലും അദ്ദേഹം അരമണിക്കൂറോളം ചെലവഴിച്ചു എന്നുള്ളതും പ്രധാനമാണ്. മാത്രവുമല്ല, പ്രധാനമന്ത്രിയുടെ ചെറു പ്രഭാഷണത്തിൽ ഈ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞത് കേരൾ കാ സാത്ത് ഭാരത് സർക്കാർ എന്നുള്ളതാണ്. അതായത് കേരളത്തിൻ്റെ കൂടെ ഭാരത സർക്കാർ, ഇന്ത്യ ഗവൺമെൻറ് ഉണ്ട് എന്നുള്ളത് പറയുകയും ചെയ്തു. ബാക്കി എല്ലാവരും സർക്കാർ വൃത്തങ്ങളിൽ മന്ത്രി മുഹമ്മദ് റിയാസുമായി ഞാൻ സംസാരിച്ചിരുന്നു. അവരെല്ലാം തന്നെ പ്രധാനമന്ത്രിയുടെ വരവിനെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. ഇതിലൊരു പ്രശ്നമുള്ളത്, നേരത്തെ ഉത്തർഖണ്ഡിൽ പ്രധാനമന്ത്രി സന്ദർശിച്ചിരുന്നു. പക്ഷേ ആ വേളയിൽ കാര്യമായ സഹായങ്ങൾ കിട്ടിയില്ല. അതുപോലെ കേരളത്തിൻ്റെതാകില്ല എന്നുള്ള ആത്മവിശ്വാസമാണ് പൊതുവിൽ സർക്കാർ വൃത്തങ്ങളിലും വയനാട് ജനങ്ങൾക്കുമുള്ളത്. SKN സർക്കാരും ചില ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു 5 അംഗ സമിതിയെ കലക്ടറുടെ നേതൃത്വത്തിൽ ഈ പുനരധിവാസ കാര്യങ്ങൾ ആലോചിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ ഡെപ്യൂട്ടി കലക്ടറും അതുപോലെ തന്നെ PWD ചീഫ് എഞ്ചിനീയറും ഒക്കെ ഉണ്ട്. ഇന്ന് ജനകീയ തെരച്ചിലാണ്. എനിക്ക് പുറകിൽ കാണുന്നത് NDRFിൻ്റെ ബസ്സാണ്. ഇവർ ജനകീയ തെരച്ചിലിന് വേണ്ടി ചൂരൽമലയിലേക്ക് പോവുകയാണ്. SKN ചൂരൽമലയിലേക്ക് പോകുന്നതിനിടയിലാണ് നമ്മൾ ഇവരെ കാണുന്നത്. കൽപ്പറ്റയിൽ നിന്നും ഇവർ ചൂരൽമലയിലേക്ക് ഓപ്പറേഷന് വേണ്ടി പോകാൻ തയ്യാറെടുക്കുകയാണ്. ഏതായാലും ഇന്നത്തെ ജനകീയ തെരച്ചിലോടുകൂടി തന്നെ ഈ ഇരകൾ, അതിജീവിച്ചവർ, ഇവർക്ക് അവസാനവട്ടം ഓരോ സ്ഥലവും പരിശോധിക്കാനുള്ള അവസരം നൽകുകയാണ്. എന്നാൽ ഈ വേളയിലും ഇപ്പോൾ നമുക്ക് കാണാം NDRFിൻ്റെ വാഹനം ഈ ദുരന്ത മേഖലയിലേക്ക് കടന്നു നീങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൽപ്പറ്റയിൽ നിന്നും NDRFിൻ്റെ ഒരു കോളം NDRF സൈന്യം അങ്ങോട്ടേക്ക് നീങ്ങുകയാണ്. SKN ഏതായാലും ഇന്നത്തെ തെരച്ചിലോടുകൂടി തന്നെ തെരച്ചിലുമായി ബന്ധപ്പെട്ട് ഒരു കൃത്യമായ ചിത്രത്തിലേക്ക് സർക്കാർ കടക്കും. കാരണം ഓരോരുത്തരും പറയുന്നിടം തെരഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ജനകീയ തെരച്ചിലിൻ്റെ പ്രധാനമായ ലക്ഷ്യം. ഏതായാലും ഈ ജനകീയ തെരച്ചിൽ നടക്കുമ്പോഴും ഓരോരുത്തരുടെയും മനസ്സിലുള്ളത് പ്രധാനമന്ത്രി കേരളത്തിന്, വയനാടിന് എന്ത് നൽകുമെന്നുള്ളതാണ്. നമ്മളും ഈ വേളയിൽ അഭ്യർത്ഥിക്കുന്നത് കേന്ദ്രം ചേർത്ത് പിടിക്കണം വയനാടിന് എന്നതാണ്. SKN. താങ്ക് യു. ദീപക് തർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. എനിക്ക് തോന്നുന്നത് പ്രധാനമന്ത്രി വളരെ അപൂർവ നിമിഷങ്ങളിൽ മാത്രം ഇങ്ങനെ പൊതുവേദികളെ ഇത്ര വികാരഭരിതനായി കണ്ടിട്ടുള്ളൂ. എന്തായാലും നമ്മൾ വലിയ പ്രതീക്ഷ വയ്ക്കുകയാണ്. ഇനി മുണ്ടക്കൈ മേഖലയിലും ഇന്ന് വ്യാപകമായ തെരച്ചിലുണ്ടാകും. അലക്സ് റാം മുഹമ്മദ് തത്സമയം ചേരുന്നു. അലക്സ് റാം, ഗുഡ് മോർണിംഗ്. അവിടെ ഒരു സുപ്രഭാതം പറയാനുള്ള ഒരു അവസ്ഥ ഇപ്പോഴും ബാക്കിയായിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പറയൂ അലക്സ് റാം. SKN തീർച്ചയായും. SKN ഗുഡ് മോർണിംഗ്. ഒരു സുപ്രഭാതത്തിൻ്റെ ഒരു സാഹചര്യമൊന്നുമില്ല. നമ്മൾ കണ്ട ദുരന്തഭൂമിയിൽ തന്നെയാണ്. ആ ദുരന്തഭൂമിയുടെ ആഴം, അത് വ്യാപ്തി, അത് ഓരോ ദിവസം കാണുമ്പോഴും നമ്മളെ വീണ്ടും നടുക്കത്തിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ്. ചുറ്റും മുണ്ടക്കൈ മേഖലയിലാണ്. SKN ഈ ദുരന്തത്തിൽ സത്യത്തിൽ ബാധിതരായത് എത്രയെന്ന റവന്യൂ വകുപ്പിൻ്റെ കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. ഏതാണ്ട് 1721 കുടുംബങ്ങളിലെ 4833 ആളുകളെയാണ് പ്രത്യക്ഷമായും പരോക്ഷമായും ഈ മഹാദുരന്തം ബാധിച്ചതെന്നുള്ളതാണ് നിലവിലെ കണക്ക്. അതിൽ മരണപ്പെട്ടവരുടെ ഔദ്യോഗിക കണക്ക് നമുക്കറിയാം, അതല്ലാത്ത കണക്കറിയാം, 400 മുകളിലുള്ള കണക്കറിയാം, ഇനിയും കണ്ടെത്താനുള്ളവരുടെ കണക്കറിയാം. അത് ഔദ്യോഗിക കണക്കല്ല, യഥാർത്ഥ കണക്ക്. 126 പേരുടെ ഔദ്യോഗിക കണക്കാണ് ഇനിയും കണ്ടെത്താനുള്ളതെങ്കിൽ അതല്ല യഥാർത്ഥ കണക്കെന്നുള്ള കാര്യവും അറിയാം. ഞാനീ നിൽക്കുന്ന മുണ്ടക്കൈ മേഖലയിലാകട്ടെ 453 കുടുംബങ്ങൾ ഉണ്ടായിരുന്നതായാണ് സർക്കാർ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അവിടെ തന്നെ 1247 മനുഷ്യരാണ് അധിവസിച്ചിരുന്നത്, ജീവിച്ചിരുന്നത്. അതിൽ പലരും ഇന്നില്ല എന്നുള്ളതാണ്. SKN ഞാനീ നിൽക്കുന്ന ഭൂമി
സത്യത്തിൽ പല വീടുകളും ഉണ്ടായിരുന്നു. ആ പ്രദേശങ്ങൾ നോക്കുമ്പോഴറിയാം വീടിൻ്റെ അസ്ഥിവാരം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ആ കാണുന്ന മൺകൂന നിറഞ്ഞു നിൽക്കുന്നുണ്ട്. മൺകൂനയാണ് ആ തൊട്ട് പിന്നിലുള്ളത്. മുകളിൽ നിന്ന് പൊട്ടിയൊലിച്ചു വന്ന മൺകൂനയാണ്. തൊട്ടടുത്ത് കാണുന്ന ഒരു വീടിൻ്റെ അസ്ഥിവാരമാണ്. അവിടെ ഒന്നും അവശേഷിക്കുന്നില്ല. എല്ലാം പോയി. ചില വസ്ത്രങ്ങളും വീട്ടുപകരണങ്ങളും ഒക്കെ അവശേഷിക്കുന്നുണ്ട്. ഇവിടെ നിന്നൊക്കെ കൊണ്ടുവന്ന് കുത്തിയൊലിച്ച് കൊണ്ടുവന്ന ഫ്രിഡ്ജിൻ്റെ ഭാഗങ്ങൾ ഈ വശത്ത് കിടപ്പുണ്ട്. ഒരു വശത്ത് ആ മനോഹരമായി കണ്ടിരുന്ന സീതാർകുണ്ട് വെള്ളച്ചാട്ടം, അതിൻ്റെ അവശേഷിപ്പാണ് ആ കാണുന്നത്, എൻ്റെ പിന്നിലാണ് കാണുന്നത്. തൊട്ടപ്പുറത്ത് മുണ്ടക്കൈ പള്ളി കാണാം. അത്തരത്തിൽ ഈ മേഖലയിലൊക്കെ വീടുണ്ടായിരുന്നു. മുണ്ടക്കൈ LP സ്കൂളാണ് ഈ കാണുന്നത്. പൂർണ്ണമായി തകർന്നിട്ടുണ്ട്, തരിപ്പണമായിട്ടുണ്ട് മുണ്ടക്കൈ LP സ്കൂള്. അങ്ങനെ SKN ആകെ ആ ദുരന്തത്തിൻ്റെ മുഖം തന്നെയാണ്. അതിൽ നോക്കൂ, ഞാൻ ഒരു കാര്യം പറയാൻ ഉദ്ദേശിച്ചത്, ഈ ചൂരൽമലയിൽ നിന്ന് മാധ്യമപ്രവർത്തകർക്ക് നടന്നു വേണം ഇവിടേക്ക് വരാൻ, പ്രവേശനമില്ല. ഞങ്ങൾ അവിടെ നിന്ന് നടന്നു വരുമ്പോൾ ഞങ്ങൾക്കിപ്പം കൂടിയതാണ് ഈ നായ്ക്കുട്ടി. അവന് വിശക്കുന്നുണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല SKN. കാരണം ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ബിസ്ക്കറ്റ് അവന് കൊടുത്തു. പക്ഷേ അതവന് മതിയായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. കാരണം അത്ര പേർ അത് ശോഷിച്ചിട്ടുണ്ട്. നേരത്തെ ഇവിടെ പ്രവർത്തകരുണ്ടായിരുന്നു, അനിമൽ റെസ്ക്യൂവിൻ്റെ പ്രവർത്തകരും ജില്ലാ ഭരണകൂടത്തിന് ഇതുമായി ബന്ധപ്പെട്ട ആളുകളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മനസ്സിലാക്കുന്നത് 2-3 ദിവസമായി ഇവറ്റകൾക്ക് ഭക്ഷണം ലഭിച്ചിട്ടില്ല എന്നാണ് ഈ നായകളുടെ സ്വഭാവം അനുസരിച്ച് മനസ്സിലാക്കുന്നത്. മറ്റു ചില നായകൾ ആ പാടിയിലുണ്ടായിരുന്ന ചില കോഴികളെ ഓടിച്ചിട്ട് പിടിക്കുന്നത് കണ്ടിരുന്നു. അതിനെ പോലീസ് ഉദ്യോഗസ്ഥർ ആ നായകളെ അങ്ങനെ ഓടിക്കുന്നത് കണ്ടിരുന്നു. ഈ ജില്ലാ ഭരണകൂടത്തിൻ്റെ അനിമൽ റെസ്ക്യൂവിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇത്തരം കാഴ്ചകൾ കൂടി ഇവിടെ അവശേഷിക്കുന്നുണ്ടെന്നുള്ള അവരെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവൻ ആ കയറ്റം മുഴുവൻ, അതായത് ആ ചൂരൽമല മുഴുവൻ ഞങ്ങൾക്കൊപ്പം കൂടെ നടന്നവനാണ്. അതിനുശേഷം ആ മുണ്ടക്കൈ കയറ്റം മുഴുവൻ ഞങ്ങൾക്കൊപ്പം വന്ന് ഞങ്ങളുടെ കൂടെ ഞങ്ങൾ ഇറങ്ങി അവിടെ വന്നത് അങ്ങനെ കിടക്കുകയാണ്. അവന് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. SKN തിരച്ചിൽ ഇന്നും പുരോഗമിക്കും എന്നുള്ളതാണ്. ഈ കാഴ്ചകൾ ഇവിടെ എപ്പോഴും അവശേഷിക്കുന്നു. തിരച്ചിൽ ഇന്നും പുരോഗമിക്കും. ആ തിരച്ചിൽ ജനകീയ സ്വഭാവത്തിലുള്ളതായിരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ രക്ഷാദൗത്യത്തിൽപ്പെട്ട അംഗങ്ങൾ, NDRF സേനാംഗങ്ങൾ, അതുപോലെ ഫയർഫോഴ്സിൻ്റെ അംഗങ്ങളൊക്കെ ചൂരൽമലയിലേക്കും മുണ്ടക്കൈയിലേക്കും എത്തി തുടങ്ങിയിട്ടുണ്ട്. തിരച്ചിൽ ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. 8 മണിയോട് കൂടിയാണ് എത്തിച്ചേരുക. ജനകീയ പങ്കാളിത്തം എന്ന് പറയുമ്പോൾ നാട്ടുകാരുടെ പങ്കാളിത്തം ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരിൽ സന്നദ്ധരായവർ, അവർക്ക് സന്നദ്ധതയുണ്ടെങ്കിൽ അവർക്ക് മനസ്സുണ്ട്. കാരണം അങ്ങനെ വരുന്ന മനുഷ്യർ ഇവിടെ നിന്ന് ഹൃദയം തകർന്നാണ് പോകുന്നത്. അങ്ങനത്തെ കാഴ്ചകൾ മെനിഞ്ഞാന്ന് ജനകീയ തിരച്ചിൽ നടന്ന ദിവസം നമ്മൾ കണ്ടതാണ്. അതിനാൽ അങ്ങനെ സന്നദ്ധതയുള്ള മനുഷ്യരെ മാത്രം, ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരിൽ ഉള്ളവരെ മാത്രം ഇവിടേക്ക് കൊണ്ടുവരിക. അവർ പറയുന്നതിനനുസരിച്ച്, നാട്ടുകാരാണെങ്കിൽ നാട്ടുകാർ, അതല്ല എങ്കിൽ ക്യാമ്പുകളിൽ കഴിയുന്നവരാണെങ്കിൽ ക്യാമ്പുകളിൽ കഴിയുന്നവർ, അവർ പറയുന്നതിനനുസരിച്ചുള്ള തിരച്ചിൽ ഇന്ന് രക്ഷാപ്രവർത്തകർ നടത്തും എന്നുള്ളതാണ് ജനകീയ തിരച്ചിലിൻ്റെ സ്വഭാവം. അതായത് പ്രിയപ്പെട്ടവർ എവിടെയെങ്കിലും അവശേഷിക്കുന്നുണ്ടോ എന്നുള്ള സംശയം അവർ പങ്കുവയ്ക്കും. അതല്ല മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അവർ പങ്കുവയ്ക്കും. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള തിരച്ചിൽ ഊർജിതമായി ഇന്ന് നടക്കും എന്നുള്ളതാണ്. 6 സോണുകളായുള്ള തിരച്ചിൽ നടക്കും. പുഞ്ചിരിമട്ടം, അതുപോലെ മുണ്ടക്കൈ, ഞാൻ നിൽക്കുന്ന മുണ്ടക്കൈ, തൊട്ടുതാഴെ ചൂരൽമല, അട്ടമല, അങ്ങനെ തുടങ്ങി സൂചിപ്പാറ മേഖലയിലൊക്കെ ഇന്നും തിരച്ചിൽ ഊർജിതമായി നടക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും അതിനുള്ള സമയം എടുത്തു വരുന്നു. 8 മണിയോടുകൂടി തിരച്ചിൽ ആരംഭിക്കും. ഈ ജനകീയ തിരച്ചിൽ ഒരുപക്ഷെ ഉച്ചയോടുകൂടി അവസാനിക്കുമെന്ന് മനസ്സിലാക്കാം. പക്ഷേ അതല്ലാതെയുള്ള ഉദ്യോഗസ്ഥരുടെ, രക്ഷാദൗത്യ സേനയുടെ തിരച്ചിൽ നേരത്തെ ഉണ്ടായിരുന്നത് പോലെ തന്നെ തുടരും എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ആ തിരച്ചിലിൻ്റെ വേഗത, നേരത്തെ ഉണ്ടായിരുന്ന ഒരു വേഗത ഇല്ല എന്നുള്ള കാര്യം നമുക്കിവിടെ നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. അതിൻ്റെ വേഗത ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ ആ ദൗത്യം തുടരും എന്ന് തന്നെയാണ് സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. SKN ഈ ഭൂമി പേടിപ്പിക്കുന്നുണ്ട്. സത്യത്തിൽ ഇതിങ്ങനെയൊന്നും അല്ലായിരുന്നു. ചിത്രങ്ങളിലും നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിലൊന്നും ഇതിങ്ങനെയൊന്നും അല്ലായിരുന്നു. അത് വല്ലാതെ പിളർന്നു മാറിയ ഭൂമിയാണ്. അത് വല്ലാതെ പേടിപ്പിക്കുന്നുണ്ട് ഓരോ സമയത്ത് ഇവിടെ വരുമ്പോൾ. അതുകൊണ്ടൊരു ഗുഡ് മോർണിംഗ്, ഒരു ശുഭദിനം ആശംസിക്കാൻ എന്തായാലും തോന്നുന്നില്ല. തിരച്ചിലിൻ്റെ വിശദാംശങ്ങൾ ആളുകൾ ഇവിടേക്ക് എത്തുമ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്കും പ്രതികരണങ്ങളിലേക്കും വരാം. SKN. ഓക്കെ, താങ്ക് യു. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. നിങ്ങൾക്കറിയുന്നത് പോലെ നമ്മുടെ പ്രതിനിധികളൊക്കെ തന്നെ കുറച്ച് ദിവസങ്ങളായി അവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. ഈ ദുരന്ത മേഖലകളിൽ നാശം വിതച്ച സ്ഥലങ്ങളിലൊക്കെ അവരുടെ സന്ദർശനം ഉണ്ടായി. അപ്പോൾ വല്ലാത്ത സങ്കടകരമായ മാനസികാവസ്ഥയിലാണ് അവരെല്ലാവരും അവിടെ തുടരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി ഷഹദ് റഹ്മാൻ കൂടി ചേരുന്നു. ഷഹദ്, എന്തൊക്കെയാണ് നമുക്ക് അവിടെ നിന്ന് ഇപ്പോൾ പ്രേക്ഷകരോട് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ, വിശദാംശങ്ങൾ? ഇന്നത്തെ തെരച്ചിൽ അവിടെ തുടങ്ങുന്നതിൻ്റെ സൂചനകളാണ്. പോലീസ് സംവിധാനവും സേനയൊക്കെ എത്തിക്കഴിഞ്ഞല്ലോ. തീർച്ചയായും SKN, ഞാൻ നിൽക്കുന്നത് ഈ ചൂരൽമലയിലേക്ക് പോകുന്ന, അത് ചൂരൽമല തന്നെയാണ്, ചൂരൽമലയിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട ജംഗ്ഷനിലാണ്. കാരണം ഇവിടെയാണ് പോലീസ് വാഹനങ്ങളൊക്കെ തടയുന്നത്. ഇവിടെ നിന്നും കാൽനടയായിട്ട് വേണം ഇവിടെ നിന്നും ഈ ചൂരൽമലയിലേക്ക് നടന്നു കയറാൻ. ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്ററോ മറ്റേ ഉള്ളൂ ഇവിടുന്ന് ചൂരൽമലയിലേക്കായിട്ടുള്ളത്. അപ്പോൾ ഇവിടെയാണ് വാഹനങ്ങളൊക്കെ പ്രധാനമായിട്ടും തടയുന്നത്. അപ്പം ഇന്ന് 9 മണിവരെ എത്തുന്ന, അതായത് 9 മണിവരെ എത്തി പേര് രജിസ്റ്റർ ചെയ്യുന്ന ആളുകളെ മാത്രമേ ഈ ജനകീയ തെരച്ചിലിൽ പങ്കെടുപ്പിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അതിന്റെ ഭാഗമാക്കുകയുള്ളൂ എന്നുള്ളത് നേരത്തെ തീരുമാനിച്ചു.
തെരച്ചിലുണ്ട്. കാരണം അങ്ങനെ തന്നെ ഇന്നലെ ജില്ലാ ഭരണകൂടം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും ഇന്നത്തെ ക്രമീകരണം. നമുക്കറിയാം കഴിഞ്ഞ ദിവസം ക്യാമ്പുകളിൽ 190 പേരായിരുന്നു രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് അത് വെട്ടിച്ചുരുക്കി ഒരു ക്യാമ്പിൽ നിന്ന് 3 പേരെ മാത്രം പങ്കെടുപ്പിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇത്തരത്തിൽ ഈ ജനകീയ തെരച്ചിലിന്റെ ഭാഗമാകണമെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ 9 മണിക്ക് മുൻപ് രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾ മാത്രമേ കയറ്റുകയുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് കാണാം SKSSFന്റെ വളണ്ടിയേഴ്സ് ആണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റ് വളണ്ടിയേഴ്സ് ഒക്കെ തന്നെ സേവാഭാരതിയുടെ വളണ്ടിയേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ RYF എന്ന് പറയുന്ന ഒരു ടീം അംഗങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ വിവിധ സംഘങ്ങളായിട്ട് ഇന്നും കൂടുതൽ ആളുകൾ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കഴിഞ്ഞ ദിവസം ജനകീയ തെരച്ചിൽ തീരുമാനിച്ച ഘട്ടത്തിൽ നമുക്കറിയാം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് അത് വെട്ടിച്ചുരുക്കിയിട്ടുണ്ടായിരുന്നു. രാവിലെ 8 മണി മുതൽ എന്ന് പറഞ്ഞത് പിന്നീട് 9 മണിയിലേക്ക് മാറുകയും പിന്നീട് 1 മണിയോടുകൂടി അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതിന് ഒരു സമയം എത്ര സമയം വരെ ഉണ്ടാകും എന്ന് സംബന്ധിച്ച ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളതാണ്. ചേട്ടാ ഏത് ഭാഗത്തുനിന്നാ? കോഴിക്കോട് സേവാഭാരതി ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് ഒരു കുറച്ച് ദിവസങ്ങളായി. ഈ ടീം ആദ്യമായിട്ടാണ്. നിങ്ങൾ മാറി മാറി വരും ഒരു ദിവസം മാറി മാറി വരുന്നതാണ്. നമ്മുടെ അവിടെ ബ്ലോക്ക് ചെയ്തില്ലേ ഇപ്പൊ? എത്ര പേരുണ്ട് നിങ്ങൾ? ഞങ്ങള് ഇതില് 44 പേരുണ്ട്. 44 പെർമനന്റ് ചെയ്യുന്നതാണ്. എവിടുന്നാ? കോഴിക്കോട്. ഏതാ നിങ്ങൾ? ഞങ്ങൾ RYF ആണ്. ഇവിടെ കുറച്ച് സൈഡ് ഇവിടെ ഉണ്ട്, അതിനിടയിലുണ്ട്. എത്ര പേര് കോഴിക്കോട് നിന്ന് വന്നത്? ഞാൻ കോഴിക്കോട് നട്ടേക്കുള്ളൂ. പിന്നെ കൊല്ലം ജില്ലയിൽ നിന്നുള്ള ആളുകളാണ്. ഇത് RYFന്റെ അഡ്വക്കേറ്റ് വിഷ്ണു. എത്ര പേരായിട്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്നായിട്ട് വന്നത്? സ്ഥലങ്ങളിൽ നിന്ന് വന്ന ഞങ്ങളുടെ ഒരു 60ഓളം ടീം ഇന്ന് ഇവിടെ ഈ ഇന്നത്തെ ജനകീയ തെരച്ചിലിന് പങ്കാളിയാകുന്നുണ്ട്. 60ഓളം ഞങ്ങൾ അതിന്റെ ബാക്കി എക്യുപ്മെന്റ്സും ബാക്കി കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ആൾക്കാരുണ്ടോ ഇതില്? കുറെ കൂടി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടാവുന്ന പറയുന്നത്. തീർച്ചയായും ഞങ്ങളെല്ലാം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പങ്കാളിയാവുന്നതിലുണ്ടായിരിക്കും. സ്റ്റേറ്റ് പ്രസിഡന്റ് ഉല്ലാസ്. ഞങ്ങൾ 4ാം ദിവസമാണ്. ഞങ്ങളിപ്പം ഇന്നലെ PMന്റെ സെക്യൂരിറ്റി ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്നലെ സജീവമായി പങ്കെടുക്കാൻ പറ്റിയില്ല. പകരം ഞങ്ങൾ ലിറ്റിൽ സ്മൈൽ എന്ന് പറഞ്ഞിട്ട് ക്യാമ്പുകളിലുള്ള കുട്ടികളുടെ മാനസിക സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി അവരോടൊപ്പം ഇന്ററാക്ട് ചെയ്യുകയും അവരോടൊപ്പം പാടുകയും ഒക്കെ ചെയ്യുകയും അതുപോലെ അവർക്ക് കളിക്കോപ്പുകൾ വിതരണം ചെയ്യുകയൊക്കെ ചെയ്യുന്ന പ്രോസസ്സാണ് ഇന്നലെയും മെനഞ്ഞാന്നൊക്കെ നടന്നത്. ഇന്ന് പൂർണ്ണമായും നമ്മൾ RYF കുറേ അധികം വണ്ടികൾ നമ്മൾ വരുന്നുണ്ട്. മുഴുവൻ സമയവും രക്ഷാപ്രവർത്തനം നിൽക്കാനാണ് തീരുമാനം. ഇത്തരത്തിലാണ് ഇതിപ്പോൾ RYFന്റെ പ്രവർത്തകരാണ്. ഇപ്പോൾ SDPIന്റെ പ്രവർത്തകരൊക്കെ തന്നെ ഇതിൽ പോകുന്നുണ്ട്. ഏത് ഭാഗത്തുനിന്നാ? ഇന്ന് ഇവിടെ നിശ്ചയിക്കുന്ന ഭാഗത്തേക്കാണ്. ഏത് ജില്ലയിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്? മേപ്പാടി തന്നെ, ഇവിടെ തന്നെ ഉള്ള ആളാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ഉണ്ടായിരുന്നല്ലോ സജീവ? ഇതുവരെ ഉണ്ടായിരുന്നു, തുടക്കം മുതൽ ഇതുവരെ ഉണ്ട്. ഓക്കെ. ഇങ്ങനെയാണ് SKN. കാരണം വലിയ സജീവമായിട്ട് കുറെ അധികം ആളുകൾ, പ്രത്യേകിച്ച് ഇന്നിപ്പം നമ്മൾ പരിചയപ്പെട്ട കുറെ ആളുകളൊക്കെ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളാണ്. എന്നാൽ ഇതൊന്നും അല്ലാതെ തന്നെ കുറെ അധികം ആളുകൾ ഇത്തരത്തിൽ വലിയ വലിയ വാഹനങ്ങളിൽ കോഴിക്കോട് നിന്നും അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും നമുക്ക് അല്പം മുമ്പ് കുറച്ച് ദൃശ്യങ്ങളിൽ കുറെ അധികം ആളുകളെ കണ്ടു. അത് SKSSFന്റെ ഒക്കെ ആൾക്കാരായിരുന്നു. അത് കാസർഗോഡ് നിന്നൊക്കെ ഉള്ള ആളുകളാണ്. അത്തരത്തിൽ വലിയ രീതിയിൽ ഇന്ന് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ പോലീസും വലിയ രീതിയിൽ ഉണ്ട് ഇന്ന് ഈ മേഖലയിൽ. പ്രത്യേകിച്ച് വാഹനങ്ങളൊന്നും ഈ മേഖലയിലേക്ക് കടത്തി വിടുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇന്നലെയൊക്കെ ഒഫീഷ്യൽ വാഹനങ്ങളാണ്. ഇന്നും സമാനമായ രീതിയിൽ ഒഫീഷ്യൽ വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇവിടേക്ക് കടത്തിവിടുക. എന്തായാലും 8 മണിയോടുകൂടി തെരച്ചിൽ ആരംഭിക്കും. 9 മണി വരെ ആണ് രജിസ്ട്രേഷൻ ഉണ്ടാവുക. ഓക്കെ, ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്.